നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് തിരുവില്വാമല ഗ്രാമപഞ്ചായത്തിൽ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്നും CPM അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബേബി ലളിതയെ ക്ഷണിക്കുന്നു. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാൻ ആവിഷ്കരിച്ച VB കാംചി പദ്ധതി സാധാരണക്കാരായവർക്ക് തൊഴിൽ നിഷേധിക്കുന്നതാണെന്ന് ആരോപിച്ച് തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഉദ്ഘാടന വേദിയിൽ നിന്നും CPM ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. അവിദഗ്ധ വിഭാഗങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി വിദഗ്ധരായവർക്ക് മാത്രമാക്കി തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്രം തുരങ്കം വെച്ചിരിക്കുകയാണെന്ന് CPM അംഗങ്ങൾ CCV ചാനലിനോട് വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതു മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്ന കൂലി ഇനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുറവാണ് വരുത്തിയിരിക്കുന്നതെന്ന് CPM പാർലമെന്ററി ലീഡർ S. ദിലീപ് പറഞ്ഞു. കൂലി വർദ്ധിപ്പിച്ചു നൽകുമെന്ന പ്രഖ്യാപനം പാലിക്കപ്പെടണമെങ്കിൽ അതിനായി തുക വകയിരുത്തണം. എന്നാൽ ബഡ്ജറ്റിൽ അതിനുള്ള വകയിരുത്തൽ ഉണ്ടായിട്ടില്ല. മേറ്റുമാർക്ക് കഴിഞ്ഞ 6 മാസത്തെ കുടിശ്ശിക നൽകാൻ പോലും സാധിക്കാത്ത സർക്കാരാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി അവതരിപ്പിക്കുന്നത്. വിശ്വാസയോഗ്യമല്ലാത്ത പദ്ധതിയാക്കി തൊഴിലുറപ്പിനെ മാറ്റിയതിനാലാണ് ഉദ്ഘാടനം താൻ ഉൾപ്പെടെയുള്ള CPM അംഗങ്ങൾ ബഹിഷ്കരിച്ചതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. വിശദീകരണ വേളയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KR മനോജ് കുമാർ, P. അമ്പിളി, സജയ് കുമാർ, അംബിക രാമകൃഷ്ണൻ, മോഹൻദാസ് എന്നിവരും സന്നിഹിതരായിരുന്നു. 2005 മുതൽ ഈ രാജ്യത്ത് നടപ്പിലാക്കി വന്നിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ച് പുതിയ VBG റാംജി എന്ന ഒരു പുതിയ പദ്ധതിക്ക് ഇന്നു മുതൽ രാജ്യത്ത് തുടക്കമാവുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി എന്താണോ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യത്തെ മുഴുവൻ തകിടം മറിക്കുകയാണ് പുതിയ പദ്ധതിയിലൂടെ. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് അവരുടെ ഒരു നേരത്തെ അന്നത്തിന്, അവരുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ തൊഴിൽ നൽകാൻ ഉതകുന്ന രീതിയിലാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടി സപ്പോർട്ടോടുകൂടി രാജ്യം ഭരിച്ചിരുന്ന UPA സർക്കാർ ഈ തൊഴിലുറപ്പ് നിയമം നടപ്പിലാക്കിയത്. എന്നാൽ ആ തൊഴിലുറപ്പ് നിയമത്തെ റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ നിയമം ഇന്നു മുതൽ നടപ്പിലാക്കുകയാണ്. മുമ്പ് അവിദഗ്ധ തൊഴിലാളികൾക്കെല്ലാം തൊഴിൽ ലഭിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ ഇന്ന് വിദഗ്ധ തൊഴിലാളികൾക്ക് മാത്രം ജോലി ലഭിക്കുന്ന രീതിയിലേക്ക് തൊഴിലുറപ്പിനെ മാറ്റിയിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. വർഷാവർഷം തൊഴിലുറപ്പിന് വേണ്ടി മാറ്റിവെക്കേണ്ട തുകയിൽ വലിയ രീതിയിൽ കുറവ് വരുത്തുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ കുറവാണ് തൊഴിലാളികൾക്ക് കൂലി നൽകാൻ ആവശ്യമായ തുകയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ഈ വർഷം മാത്രം തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും കൂലി നൽകണമെങ്കിൽ 2.25 ലക്ഷം കോടി രൂപ ആവശ്യമുള്ളപ്പോൾ വെറും 8600 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത്. തൊഴിലുറപ്പിൽ കൂലി വർദ്ധിപ്പിച്ച് നൽകും എന്നാണ് പറയുന്നത്. ആവശ്യമായ തുക വകയിരുത്താതെ എങ്ങനെയാണ് തൊഴിലാളികൾക്ക് കൂലി അധികമായി നൽകുക? ആവർത്തന സ്വഭാവമുള്ള തൊഴിലുകൾ ഇനി എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, കാർഷിക മേഖലയിലെ വിളവെടുപ്പ് സീസണിൽ 60 ദിവസം പണി നിർത്തിവെക്കണം എന്നാണ് ഈ നിയമത്തിലൂടെ പറയുന്നത്, പുതിയ പദ്ധതിയിലൂടെ പറയുന്നത്. കാർഷിക മേഖലയിൽ വിളവെടുപ്പ് കാലത്ത് തൊഴിലാളികളെ അവരുടെ ജോലിയിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ വൻകിട കർഷകർക്ക്, വൻകിട കാർഷിക ഭൂപ്രഭുക്കന്മാർക്ക് കുറഞ്ഞ വിലയ്ക്ക് തൊഴിലാളികൾ ലഭ്യമാക്കാൻ, തൊഴിലാളികളുടെ കൂലിക്ക് വേണ്ടിയുള്ള വിലപേശൽ ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ VBG റാംജി എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV. നിങ്ങളുടെ സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് അണിയാൻ പറ്റിയ ആഭരണങ്ങളും
പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തതയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര.